അനൻ എന്തോ എന്താണിത്? നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അല്ലേ? എല്ലാവരും ഇങ്ങനെ മാറി 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 അവരുടെ ലുക്കും പെർഫോമൻസും കോസ്റ്റ്യൂമും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മളെ എറണാകുളത്തുകാരെ എന്തിനാ കുറയ്ക്കുന്നേ അല്ലേ? നമ്മളും കൂടെ അതിന്റെ കൂടെ പോവാണ്. എന്തായാലും അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം. എന്തായാലും ഈ ഒരു ലുക്കിന് പുറകിൽ എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടാവുമല്ലോ. ഏത് സോങ്ങാ സെലക്ട് ചെയ്തിട്ടുള്ളത്? നാരി നാരി എന്ന് പറഞ്ഞൊരു അറബിക് സോങ് ആണ്, ഒരു ഫ്യൂഷൻ സോങ് ആണ്. അടിപൊളി സോങ് ആണ്. ഇപ്പൊ നമ്മൾ എവിടെ പോയാലും, അതായത് ഇന്ത്യക്കകത്തും പുറത്തും എവിടെ ആയിക്കോട്ടെ, ഏത് ഷോസിന് പോയി കഴിഞ്ഞാലും ഈ പാട്ട് മസ്റ്റാണ്. അത്രയും അധികം നമ്മൾ പറയില്ലേ, ഓഡിയൻസിന് അത്രത്തോളം അടിച്ചു പൊളിക്കാൻ പറ്റിയ പാട്ടുകളിൽ ഒന്നാണ്. അപ്പോൾ വണ്ടർഫുൾ സോങ് സെലക്ഷൻ. നന്നായിട്ട് പാടണം. സപ്പോർട്ട് ചെയ്യാനായിട്ട് കഥാപാത്രങ്ങളെ ഇറക്കുന്നുണ്ടോ? വഴിയെ കാണാം. അപ്പൊ അത് സസ്പെൻസും സർപ്രൈസും ആയിട്ട് ഇരിക്കട്ടെ. നമുക്ക് ഫാത്തിമത്തുൽ അനൻ നമുക്ക് എല്ലാവർക്കുമായിട്ട് ഒരുക്കുന്ന ഇന്നത്തെ ഒരു അടിപൊളി പെർഫോമൻസ് കാണാം. താളമേള റൗണ്ട് അടിപൊളിയാക്കണം കേട്ടോ, സൂപ്പർ ആക്കണം. താങ്ക് യു. حبيبي لا
അറബികളുമായിട്ടുള്ള ഈ അടുത്ത കാലങ്ങളിൽ പട്ടുറുമാൽ ഫ്ലോറിലേക്കുള്ള ഒരു തിരക്ക്, ഒരു കുത്തൊഴുക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൈയടി കൊടുക്കാട്ടെ ഇവരുടെ എഫേർട്ടിന് വേണ്ടി. അടിപൊളി. സോ നമുക്ക് കണ്ടാൽ പരിചയമുള്ള 4 അറബികൾ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അനൻ, നീ ഇവർക്കൊക്കെ പേയ്മെന്റ് കൊടുക്കണ്ട? ഇല്ലേ? പിന്നെന്താ? അല്ല, ഞാൻ ഡ്രസ്സൊക്കെ വാടക എടുത്തോട്ടെ. ഞങ്ങൾ കളിച്ച ഡാൻസിനുള്ള പേയ്മെന്റ് കാര്യം ചിക്കൻ ബിരിയാണി കഴിക്കാം. ഉദ്ദേശിച്ചത് ഒട്ടകം വേണമെന്നാണ് പറഞ്ഞത്. അല്ലേ? എന്ത് വേണം? ഒട്ടകം. പേയ്മെന്റ് ഒന്നില്ലെങ്കിൽ ഫത്തലൂരി അടിക്കും. പടച്ചോനെ, അവിടെ ആലപ്പുഴ അറബി ആലപ്പുഴ അറബിക്ക് വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടോ? പെർഫോമൻസ് ഇഷ്ടമായി. നമ്മള് പിന്നെ എന്ത് കോസ്റ്റ്യൂമിലും എന്ത് അറ്റേറും ഓക്കെ ആണല്ലോ. അത്ര ഉള്ള ആ കൊണ്ടോട്ടി അറബിക്കൊന്ന് കൊടുത്തേ മൈക്ക്. ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണോ നിങ്ങൾ ഡിന്നർ? അവിടെ ഡിന്നറൊക്കെ പ്ലാൻ നേരെ അങ്ങോട്ടാണ്. ഡ്രസ് പോലും ചേഞ്ച് ചെയ്യില്ല. ഈ ഡ്രസ്, അതായത് തിരുവനന്തപുരം നഗരത്തിൽ അറബികളുടെ ഡ്രസ് ഇട്ട് 4 യുവാക്കളെ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത് ഇവര് 4 പേരായിരിക്കും എന്തായാലും. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങള് ഗഫൂർക്ക ദോസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അനൻ ദോസ് എന്ന് പറയേണ്ടി വരും. ഇവര് 3 പേരും ചിലപ്പോ ഈ കോസ്റ്റ്യൂം മാറ്റിന്ന് വരും. നിന്നെ എനിക്ക് വിശ്വാസമില്ല. നീ ചിലപ്പോ ഇത് 2 ദിവസം ഇട്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും ഫൈസ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? സൂപ്പർ. നീ പാട്ട് പാടി കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കോറസുകാര് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നന്ദി. നന്ദിയുടെ പൂച്ചെണ്ടുകൾ. ഇത്രയും ശോകമായ എനർജി ഇല്ലാത്തൊരു ഈ നന്ദിക്ക് വേണ്ടിയാണോ ഈ 4 ചെറുപ്പക്കാർ ഇവിടെ കിട്ടപ്പെടാപ്പെട്ടത്? അങ്ങനല്ല, എല്ലാവർക്കും എന്റെ ഹൃദയം നന്ദി. അത് കുഴപ്പമില്ല. നന്ദി മാത്രമേ. അതെ, നന്ദി മാത്രമേ. അൻവർക്ക, ഇത്രയും ശോകമൂകമായ ഒരു നന്ദി ആദ്യമായിട്ട് കേൾക്കാം. ആരോഗ്യമില്ലാത്ത പാടിയ സമയത്ത് ഭയങ്കര ആരോഗ്യമായിരുന്നു, ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. എന്തായാലും അൽ ഫാഹിസ്, അൽ അയ്യഫൻ, അൽ സഫ്വാൻ, അൽ ഷഹീർ, ടോട്ടലിൽ അൽ കുൽസ് ആയില്ല. നന്നായി. കോറസ് ഒക്കെ വളരെ മനോഹരമായി കേട്ടോ, ഉഗ്രനാണ്. ഈ പാട്ട് വർഷങ്ങൾക്ക് മുന്നേ വേദികളിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറത്തി, ഈ വെറൈറ്റി പാടാൻ വരുന്ന സിംഗർ ഇത് പാടിയിട്ട് അങ്ങ് സ്റ്റേജിൽ കിടന്ന് ഭയങ്കര ഡാൻസാണ്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഹിഷാം അബ്ബാസ് എന്ന് പറഞ്ഞ പാട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ കൾച്ചറും കൂടെ ആഡ് ചെയ്ത് എടുത്ത ഒരു വിഷ്വൽസൊക്കെ നല്ല രസമാണ്. നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സംസ്കാരത്തിൽപ്പെട്ട ഡാൻസ് സീക്വൻസൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടാണ് ഈ പാട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഈ പാട്ട് ഭീകര ഹിറ്റായിരുന്നു ആ സമയത്ത്. ഈ പാട്ട് പാടാതെ ഒരു സ്റ്റേജിൽ നമ്മളെ വിടത്തില്ലായിരുന്നു. ഈ പാട്ട് പാടിയിട്ട് പോയാൽ മതി എന്നുള്ളതാണ് ആ സമയത്തെ ഈ പ്രോഗ്രാമുകളുടെ അവസ്ഥ. അപ്പോൾ അതാണ് ഈ പാട്ടിൻ്റെ ഒരു ചരിത്രം. ആ പാട്ട് ഇവിടെ കൊണ്ടുവന്നല്ലോ, തിരക്കി കണ്ടുപിടിച്ച് കളഞ്ഞ്. പണ്ടൊട്ട് ഞാൻ കേൾക്കണ പാട്ട് തന്നെയായിരുന്നു. ഞാൻ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഈ പാട്ടിന്. വെരി ഗുഡ്. അങ്ങനെ ഇട്ടിട്ട് അടിപൊളി. പിന്നെ ഇതിന്റെ കുറച്ച് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സ്റ്റൈല് പറഞ്ഞു, അതിന്റെ ഒരു കുറവ് മൊത്തത്തിൽ പാട്ട് തുടങ്ങി തീരുന്നവരെ ഫീൽ ചെയ്തു. അപ്പം അത് വരാത്ത പോലെ. ലിറിക്സൊക്കെ കറക്റ്റ് ആയിരുന്നാ? പഠിച്ചവനെ എനിക്ക് അറിഞ്ഞൂടാ, മറന്നുപോയി. പണ്ടങ്ങാണ്ട പാടി എല്ലാം മറന്ന്. ഏതായാലും ആ ഒരു സ്റ്റൈലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഈ അറബിക് സ്റ്റൈലിലുള്ള ഒരു ഇതുണ്ടല്ലോ, അത് വരാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പാടി ഇതിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മക്കൾ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ആൽക്കുളത്തെ ടീം വളരെ മനോഹരമാക്കി കോറസ് പാടി തന്നു. നല്ല രസം, നല്ല എന്താ പറയുക, ഇപ്പം നമുക്ക് വിഷ്വൽ ട്രീറ്റാണ് വരുന്നത് അല്ലേ, ദൃശ്യഭംഗി അത് നന്നായി കിട്ടുന്നുണ്ട്. പാട്ടും ആ ഒരു രീതിയിലേക്ക് സമ്പൂർണ്ണമായിട്ട് വന്നു. ചിലത് വരുന്നു, ചിലത് വരുന്നില്ല, അത്രേ ഉള്ളൂ. നന്നായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് അൻവർക്ക. ശബ്നം, അനൻ, ഒരു 4 അറബികളും ഒരു ബെല്ലി ഡാൻസറും അല്ലേ? ഇതെന്താണ് ഈ കോസ്റ്റ്യൂം ഇങ്ങനെ സെലക്ട് ചെയ്യാൻ? ബെല്ലി ഡാൻസറുടെ ഈ പാട്ടിൻ്റെതായതുകൊണ്ടാണോ, അതോ അങ്ങനെ എന്തെങ്കിലും സ്റ്റെപ്സ് ഇടണം എന്ന് വിചാരിച്ചോ? പണ്ട് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പൊ
ബെല്ലി ഡാൻസിന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ഞാൻ കളിച്ചേക്കണം. അപ്പൊ എനിക്കൊരു ആഗ്രഹം തന്നെ ഇട്ടിട്ട് അന്ന് മുതലേ ഇങ്ങനെ അന്നോട്ടുള്ള ആഗ്രഹം അല്ലേ? ആഗ്രഹമാണ്. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. പ്രൊനൗൺസിയേഷൻസ് ഇത്തിരി പ്രശ്നമായിരുന്നു. അത് മോക്ക് മനസ്സിലാവും കേൾക്കുമ്പം. മൊത്തത്തിൽ ആ ഒരു ആക്സെൻറ്റ് ഹിന്ദിയും അതെ അറബിക്കും അതെ, ആ ഒരു എന്താണ് രാത് സാത്ത് ബാത്ത് ഒക്കെ മാറിപ്പോയി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, പക്ഷെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ആ ഒരു കളർ നമുക്ക് കിട്ടി കേട്ടോ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നല്ല കമന്റ്സ് ഒക്കെ നമുക്ക് കിട്ടി.